അടുത്തതായി മാജിക് റാമിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ നല്ലൊരു സൂപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം വേണ്ടേ? അപ്പോൾ ചിക്കൻ ബോൾ സൂപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പെഷ്യൽ രസമാണ് തയ്യാറാക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ടൊമാറ്റോ രസം. ഇത് വളരെ നാടൻ, നമ്മുടെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. മാറി മാറി ചെയ്തു നോക്കൂ. അതായത് രസം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ചോറിൻ്റെ കൂടെ സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സാമ്പാർ, രസം, പരിപ്പ്, ഇതെല്ലാം പുളിശ്ശേരി, ഇതെല്ലാം നമ്മളുടെ ദിവസവുമുള്ള ഒരു ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ രസം തന്നെ വ്യത്യസ്തമായ പല 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 രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അതിൽ ഒരു രസമായിട്ട് നമുക്കിത് കണക്കാക്കാം. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ സ്പെഷ്യൽ രസം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൊമാറ്റോ 3 വലുത് ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, സവാള 2 ചെറുത് അല്ലെങ്കിൽ 1 വലുത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, പച്ചമുളക് 2 എണ്ണം കഷ്ണങ്ങളാക്കിയത്, വെളുത്തുള്ളി 6 വലിയ അല്ലി, ഇഞ്ചി 1 ചെറിയ കഷ്ണം, മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ. ഇനി മറ്റു ചേരുവകൾ: മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, വാളൻപുളി 1 നെല്ലിക്കയുടെ വലിപ്പത്തിൽ, വെള്ളം 4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്, ശർക്കര 1 ചെറിയ കഷ്ണം, പനിനീര് 1 ടേബിൾ സ്പൂൺ. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: എണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4-5, കറിവേപ്പില ആവശ്യാനുസരണം. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ സ്പെഷ്യൽ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുറേ കാര്യങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചേരുവകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് 3 വലിയ ടൊമാറ്റോ, ചെറിയ കഷ്ണമോ വലിയ കഷ്ണമായിട്ടൊക്കെ മുറിക്കാം. അതുപോലെ തന്നെ ഒരു സവാള വലുതാണെങ്കിൽ 1 എണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം, അതും ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കാം. പിന്നെ വെളുത്തുള്ളി 6 വലിയ അല്ലി, അത് ഇച്ചിരി കൂടുതലിരിക്കട്ടെ. ഇഞ്ചി 1 ചെറിയ കഷ്ണമായാലും കുഴപ്പമില്ല, ചെറുതായിട്ട് മുറിക്കുക. 2 പച്ചമുളക്, പിന്നെന്താ മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി മഷി പോലെ അരച്ചെടുക്കണം, പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ചാക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്, ഇതെല്ലാം ഒറ്റ സെറ്റ്, സവാള, ടൊമാറ്റോ. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഇനി എന്താണ് വേണ്ടത്? ഇനി നമ്മൾ ചുവട് കെട്ടുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം, നാടൻ രുചിയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ നല്ല ചൂടായി തുടങ്ങി. ഇനി 1 ടീസ്പൂൺ കടുക്, ഇതിലേക്ക് ആവശ്യാനുസരണം വറ്റൽമുളക്, കുറച്ച് കൂടുതലിരിക്കട്ടെ. അതിനോടൊപ്പം കറിവേപ്പില, അപ്പം താളിച്ചിട്ട് താളിച്ചതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഇച്ചിരി കൂടുതൽ താളിച്ചേ ഉള്ളൂ, കുറച്ച് കാര്യം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് നമുക്ക് അവസാനത്തെ അലങ്കാരത്തിന് മാറ്റി വയ്ക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട്: ടൊമാറ്റോ, സവാള 3 ടൊമാറ്റോ, 2 സവാള, 1 കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച കുരുമുളക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത് നമ്മളെല്ലാം പച്ചയ്ക്കാണ് അരച്ചത്. അപ്പോൾ ഒരു ചെറിയൊരു പച്ചച്ചുവ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പച്ചച്ചുവ മാറാനായിട്ട് അല്പസമയം ഇതിലിട്ടിങ്ങനെ വഴറ്റുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ചെറുതായി മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് വഴറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. പിന്നെന്താ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി 2 വലിയ സ്പൂൺ മുളക് പൊടി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതിനെക്കാട്ടിലും കൂടുതൽ വേണമെങ്കിലും ആകാം. ഇനി നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പ്രധാനപ്പെട്ട 3 പൊടികൾ ചേർത്തു: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് നല്ലൊരു പച്ചച്ചുവയൊക്കെ മാറി നല്ലൊരു മണം വരണം. ഇപ്പോൾ ചെറിയായിട്ട് മണമൊക്കെ വരുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പൊക്കെ നമുക്ക് ഇനിയും ചേർക്കാമല്ലോ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി, അതായത് ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്താണ്. ഇത് വാളൻ പുളി.
അതും കൂടി ചേർക്കാം. അപ്പോൾ ടൊമാറ്റോയുടെ ഒരു പുളി ഉണ്ട്, അത് കൂടാതെയാണ് നമ്മളിപ്പോൾ പുളി ചേർത്തിരിക്കുന്നത്. അപ്പോൾ പുളിക്ക് ഒരു ചെറിയ പച്ചച്ചുവയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതും ഒന്ന് മാറണം. നല്ല മണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 കപ്പ്, 3 അല്ല ഒരു 4 കപ്പ് വരെ ആകാം, 4 കപ്പ് വെള്ളം ഒഴിക്കും. കുറേശ്ശെ ഒഴിക്കും. കുറച്ച് 1 കപ്പൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര കട്ടിയാണ്, തിക്നെസ് കൂടുതലായിരിക്കും. 2 കപ്പാണെങ്കിൽ എത്രയും, 3 കപ്പാകുമ്പോൾ ഏകദേശം ഇങ്ങനെ. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നല്ലൊരു പുളിങ്കറി പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലൂസ് ആവണം ചിലർക്ക് ഇഷ്ടമല്ല, ചിലർ കുറുകുറാന്നിരിക്കുന്നത്, അതൊക്കെ ഇഷ്ടാനുസരണം ചെയ്യാം. എത്ര വെള്ളം. ഇനി 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളയ്ക്കണം. 2 കാര്യങ്ങൾ പ്രധാനം. ഒന്ന് ഉലുവാപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും. രസത്തിൻ്റെ മണം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കണം. ഏതാണ്ട് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും ചേർക്കാം. അപ്പം എരിവായി, പുളിയായി, പിന്നെന്താ വേണ്ടത്? ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടൊരു കാര്യം കൂടി വേണ്ടേ? ഉപ്പായി, പിന്നെന്താ കുറച്ച് ശർക്കര, മധുരം ഒരല്പം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വരെ ശർക്കരയാണ്. അപ്പോൾ നമ്മുടെ രസം നന്നായിട്ടിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പെഷ്യൽ ടൊമാറ്റോ രസം. ഇനി എന്താ ചെയ്യാനുള്ളത്? കുറച്ച് മല്ലിയില നമുക്ക് അതിൻ്റെ മേലേക്ക്. ഇതും കൂടി ആകുമ്പോഴേ രസം കംപ്ലീറ്റ് ആവുള്ളൂ. രസം എന്ന് പറഞ്ഞാൽ ഒരു രസമായിരിക്കണം, അതാണ് എൻ്റെ ഒരു കറക്റ്റ് രീതി. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മല്ലിയില, അത് വാടി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ആയിക്കോളും. ഇനി എന്താ, ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. ലാസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം ചേർക്കാൻ പോവാണ്. ഒരല്പം പനിനീർ എന്ന് പറഞ്ഞാൽ റോസ് വാട്ടർ. നല്ല പനിനീർ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കണം. അപ്പോൾ അതിന് പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ പനിനീർ ഒഴിച്ച രസം കഴിച്ചിട്ടില്ലല്ലോ, ഉണ്ടാക്കി കഴിച്ചു നോക്കും, വ്യത്യാസമാണ്. നമുക്കിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ അല്പം മല്ലിയില, പിന്നെ നമ്മൾ മാറ്റി വെച്ച താളിച്ച കാര്യങ്ങൾ, നേരത്തെ താളിച്ച് വെച്ചിരുന്നില്ലേ, ആ കാര്യം കൂടി ചേർക്കാം. അങ്ങനെ അതിമനോഹരിയായ, കാണാൻ ഭംഗി മാത്രമല്ല രുചിച്ചാൽ ഭയങ്കര സ്വാദുള്ള, മണമുള്ള നമ്മളുടെ സ്പെഷ്യൽ ടൊമാറ്റോ രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള രീതി, ആ രീതിയിൽ തന്നെ കഴിക്കാം. പിന്നെ നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെയും വളരെ നല്ലതായിരിക്കും. വേറെ ഒരു കറിയും വേണ്ട, നമുക്ക് ഇങ്ങനെ ഒരു രസവും പപ്പടവും ഉണ്ടെങ്കിൽ ധാരാളം മതി. ഒരു അച്ചാറ് പോലും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് നമ്മളുടെ ഒരു സൂപ്പാണ്. സൂപ്പ് എന്ന് പറയുമ്പോൾ ചിക്കൻ ബോൾ സൂപ്പ്, ഒരു വ്യത്യസ്തമായൊരു സൂപ്പായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് പരീക്ഷിക്കുക. പിന്നെ രണ്ടാമത് കാണിച്ചു വളരെ നാടനായിട്ടുള്ള, നമ്മുടെ വീട്ടിൽ എന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം രസം ഉണ്ടാക്കാൻ പറ്റിയൊരു രസമാണത്. അത് തന്നെ ഒരു രസമാണ്, ടൊമാറ്റോ സ്പെഷ്യൽ രസം. അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ മാത്രമല്ല, നല്ല ചമ്പാവരി ചോറ്, വൈറ്റ് റൈസ്, ഇതൊന്നും അല്ലെങ്കിൽ നല്ല കഞ്ഞി, കുത്തരിക്കഞ്ഞിയുടെ കൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പഴകഞ്ഞിയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയതായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.